എന്നുള്ള വിശേഷം എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മൾ യൂണിറ്റ് 3യിലേട്ടാണ് കിടക്കുന്നത്. യൂണിറ്റ് 3യിലേക്ക് കിടക്കുമ്പോൾ എന്താണ്, നമ്മളെല്ലാവരും ഓരോ ദിവസവും പല ആളുകളെ കാണുന്നവരാണല്ലേ. വീട്ടിൽ അച്ഛന്, അമ്മ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, സ്കൂളിലാണെങ്കിൽ ടീച്ചർ, ഫ്രണ്ട്സ്, ജോലി സ്ഥലത്താണെങ്കിൽ ബോസ്, സഹപ്രവർത്തകർ, ഇങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. ഇവരൊക്കെ മാനേജ് ചെയ്ത് ജീവിക്കുന്നത് തന്നെയാണ് നമ്മുടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. ചില ആളുകളെ നോക്കുമ്പോൾ തോന്നും ഇവരൊക്കെ എവിടെ പോയാലും എല്ലാവർക്കും ഇഷ്ടമല്ലേ എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലേ. ജോലിയിൽ സ്ട്രെസ് ഉണ്ടെങ്കിലും കാമായി ഹാൻഡിൽ ചെയ്യുന്നത് കാണാം. പക്ഷെ ചിലർ ചെറിയ കാര്യത്തിന് വരെ ദേഷ്യം, ബന്ധങ്ങൾ തകർക്കുക, എവിടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവമുള്ളവരെയും നമ്മൾ കാണാറുണ്ട്. ഇവരെല്ലാം ഡിഫറൻസ് ഉണ്ടാകുന്ന ഒരു വലിയ കാര്യമുണ്ട്. അതാണ് ഇമോഷണൽ കോമ്പറ്റൻസീസ് എന്ന് പറയുന്നത്. എന്താണ് ഇമോഷണൽ കോമ്പറ്റൻസീസ്? ഇമോഷണൽ കോമ്പറ്റൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ് ശരിയായി തിരിച്ചറിയാനും അത് കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി ബിഹേവ് ചെയ്യാനും ഉപയോഗിക്കുന്ന ലൈഫ് സ്കിൽസാണ് ബിഹേവിയറൽ കോമ്പറ്റൻസീസ് എന്ന് പറയുന്നത്. ഇത് ജനിക്കുമ്പോൾ തന്നെ പെർഫെക്റ്റായി കിട്ടുന്ന കാര്യമൊന്നുമല്ല. പതിയെ 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 നമ്മൾ ജീവിതത്തിൽ നിന്നും പഠിച്ചെടുത്ത് ചെയ്യാവുന്ന ഒരു സ്കില്ലാണ്. ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡാനിയൽ ഗോൾഡ്മാൻ പറഞ്ഞത് എന്താ, ഇമോഷണൽ കോമ്പറ്റൻസ് ഈസ് ലേൺഡ് എബിലിറ്റി ബേസ്ഡ് ഓൺ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് വേഴ്സസ് ഇമോഷണൽ കോമ്പറ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് എബിലിറ്റിയാണ്. എനിക്ക് ദേഷ്യം വരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവൾ സാഡാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. ഇത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ അത് നമ്മളെ പൊട്ടൻഷ്യലാണ് അല്ലേ, ശേഷിയാണ്. അതേസമയം ഇമോഷണൽ കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈസി എന്ന് പറഞ്ഞാൽ ആ എബിലിറ്റി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ്. ദേഷ്യം വന്നപ്പോൾ ഷൗട്ട് ചെയ്യാതെ കാമായി സംസാരിച്ചു, അത് ഇമോഷണൽ കോമ്പറ്റൻസ് ആണ്. മറ്റൊരാളുടെ പെയിൻ മനസ്സിലാക്കി ബിഹേവ് ചെയ്തു, അതാണ് നമ്മുടെ പെർഫോമൻസ്, പ്രയോഗം എന്ന് പറയുന്നത്. അതാണ് ഈസി. അപ്പോൾ ഒരു കുട്ടിക്ക് ഡ്രോയിങ് ടാലൻറ്റ് ഉണ്ടെങ്കിൽ ആ ടാലൻറ്റ് ഇൻ്റലിജൻസ് ആണ്. പ്രാക്ടീസ് ചെയ്ത് കോമ്പറ്റീഷൻ ജയിച്ചാൽ അത് കോമ്പറ്റൻസ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഗോൾഡ്മാൻസിൻ്റെ ഇമോഷണൽ കോമ്പറ്റൻസ് മോഡൽ എന്താണ്? 5 കമ്പോണൻസ് ആണ് പറയുന്നത്. ഗോൾഡ്മാൻസിൻ്റെ ഇമോഷണൽ കോമ്പറ്റൻസിനെ 5 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് സെൽഫ് അവെയർനെസ്, എനിക്കിപ്പോൾ എന്ത് ഫീലിംഗ് ആണ്, എന്തിനാണ് എനിക്കിങ്ങനെ തോന്നുന്നത്. ഒരു കുട്ടിക്ക് എക്സാം പേടിയാണ്, അതാണ് സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ എനിക്ക് പേടിയാണ് കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. അത് സെൽഫ് അവെയർനെസ് ഇല്ലെങ്കിലോ കുട്ടി കരയും, ആങ്കർ വരും, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും. കുട്ടിക്കത് മനസ്സിലായിട്ടില്ല കുട്ടിക്ക് പേടിയാണെന്നുള്ളത്, അപ്പോൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും, കരച്ചിൽ തുടങ്ങും അങ്ങനെ. അപ്പോൾ അവെയർനെസ് ഉണ്ടെങ്കിൽ എന്താണ്, ആ കുട്ടിക്ക് മനസ്സിലാവും എനിക്കിത് പേടിയാണ് കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എക്സാമിന് പേടിയാണെന്നുള്ള കുട്ടിക്ക് മനസ്സിലാവും. ആ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാവും. അതാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സെൽഫ് റെഗുലേഷൻ, ഫീലിംഗ് കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി. ദേഷ്യം വന്നാൽ ഉടനെ അടിക്കാതെ 2 മിനിറ്റ് സൈലൻസ് ആയിട്ട് എടുക്കുക, ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഫീലിംഗ് വരുന്നത് തെറ്റൊന്നല്ല, ഫീലിംഗ് കൊണ്ട് ഡാമേജ് ചെയ്യുന്നതാണ് നമ്മുടെ തെറ്റായിട്ടുള്ള പ്രവണത. ഇപ്പോൾ കുട്ടികൾ തമ്മിൽ വഴക്ക് കൂടുന്നത് കണ്ടാൽ നമുക്ക് ദേഷ്യം വരും അല്ലേ. ആ ദേഷ്യം വരുമ്പോൾ തന്നെ വയറെടുത്ത് തല്ലണതിന് പകരം ഒന്ന് ശ്വാസം വലിച്ചെടുത്ത് നിന്ന് ശാന്തമായിട്ട് അവരോട് പ്രതികരിച്ചാൽ ചിലപ്പോൾ അവർക്ക് തല്ല് കിട്ടാതെ അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ അത് സോൾവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. പലരും ഇത് ചെയ്യാത്തതാണ്. ഇതിനെയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ മൂന്നാമത്തത്, അതൊരുള്ളിൽ നിന്ന് വരുന്നൊരു ഡ്രൈവാണ്. അതൊരു പണമല്ല, ഒരു അഭിനന്ദനമല്ല, എനിക്കത് ചെയ്യണം എന്നൊരു ഫീലിംഗ് ആണ്. ഇപ്പോൾ ടീച്ചർ കാണുന്നില്ലെങ്കിലും ഹോംവർക്ക് ചെയ്യണം, ഫെയിലായാലും ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. ചിലരുണ്ട് ഡിഗ്രിക്ക് എക്സാമൊക്കെ എഴുതി ഫെയിലായി, ഇഗ്നോർ എക്സാം എഴുതുമ്പോൾ ഫെയിലാവുന്നത് സ്വാഭാവികമാണ്. ഞാൻ ഫെയിലായി, എനിക്കിതൊന്നും പറ്റൂല എന്നുള്ള രീതിയിൽ ഗിവ് അപ്പ് ചെയ്യാതെ ഞാൻ ഫെയിലായെങ്കിൽ ഞാൻ വീണ്ടും അടുത്തതിൽ പഠിച്ചെഴുതും എന്നുള്ള രീതിയിൽ എഴുതുക. അതുപോലെ ടീച്ചറൊക്കെ നോക്കൂല, അന്ന് ടീച്ചർ വരില്ല, അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് എഴുതണ്ടെന്ന് പറഞ്ഞ് പോണ കുട്ടികളുണ്ട്. പകരം ടീച്ചർ വന്നാലും ഇല്ലെങ്കിലും ഇത് ഇന്നത്തെ എൻ്റെ വർക്കാണ്, ഞാൻ ഹോംവർക്ക് ചെയ്യണം എന്ന രീതിയിൽ ഹോംവർക്ക് ചെയ്യാം. ഇത് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോഷ്യൽ അവെയർനെസ് ആൻഡ് എമ്പതിയാണ് നാലാമത്തെ, മറ്റുള്ളവരുടെ ഫീലിംഗ് മനസ്സിലാക്കുന്ന ഒരു എബിലിറ്റി. എമ്പതി എന്ന് പറയുന്നത് അവളുടെ പ്ലേസിൽ ഞാനായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ദേഷ്യമായി സംസാരിച്ചാൽ അയാൾ ബാഡാണ്, ഒരു ചീത്ത മനുഷ്യനാണെന്ന് ചിന്തിക്കാതെ ഇവൻ എന്തോ വേദന ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ വേദന കൊണ്ടാണ് അവൻ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്, അത് മനസ്സിലാക്കി അവനോട് നമ്മൾ എന്താടാ ഇന്ന് എന്ത് പറ്റി, ഇന്ന് എന്താ നിനക്ക് പറ്റിയത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ മതിയാവും. ആ ദേഷ്യം പോവും. ഇന്ന് എന്താടാ, നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ? ചിലപ്പോൾ അത് കേൾക്കാനില്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ അതിനോട് പറയാൻ പറ്റാത്തതുകൊണ്ടാവാം. അവൻ്റെ ഉള്ളിലെ വേദനയായിരിക്കാം ആ ദേഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ അവൻ ചീത്ത മനുഷ്യനാണെന്ന് വിധി എഴുതുന്നതിന് മുന്നേ അവനൊന്ന് മനസ്സിലാക്കുക. അതാണ് സെൽഫ് അവെയർനെസ് ആൻഡ് എമ്പതി എന്ന് പറഞ്ഞാൽ. അഞ്ചാമത്തത് സോഷ്യൽ സ്കിൽ, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ളൊരു സ്കില്ല്,
കമ്മ്യൂണിക്കേഷൻ, കോൺഫ്ലിക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ, ടീം വർക്ക്. ഇപ്പോൾ ഫൈറ്റൊക്കെ വരുമ്പോൾ ഷൗട്ട് ചെയ്യാതെ അവരെന്താണെന്നുള്ളത് മര്യാദയ്ക്ക് കേട്ട് റെസ്പെക്റ്റ്ഫുള്ളായിട്ട് അവരോട് സംസാരിച്ച പ്രശ്നം സോൾവ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ 3 കോർ പാർട്സ് ഇമോഷണൽ കോമ്പറ്റൻസ് എന്ന ചില സൈക്കോളജിസ്റ്റ് പറയുന്നത് ഇമോഷണൽ കോമ്പറ്റൻസ് ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒന്ന്, എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ്, ഫീലിംഗ് ശരിയായി എക്സ്പ്രസ് ചെയ്യുക. ആങ്കർ വേർഡ്സായിട്ടും വയലൻസ് അല്ലാതെ വേർഡ്സായിട്ട് പറഞ്ഞു തീർക്കുക, അതാണ് എക്സ്പ്രഷൻസ് ഓഫ് ഇമോഷൻസ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇമോഷൻസ്, എന്തിനാണ് ഈ ഫീലിംഗ് വന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെന്താണ് എക്സ്പീരിയൻസ് ഓഫ് ഇമോഷൻസ്, ഫീലിംഗ് അവോയ്ഡ് ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ കോമ്പിറ്റൻസ് പറഞ്ഞാൽ പെർഫോമൻസ് ക്വാളിറ്റിയാണ് പറയുന്നത്. ഇൻ്റലിജൻസ് പറഞ്ഞാൽ എനിക്കറിയാം, കോമ്പിറ്റൻസ് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഇമോഷണൽ ഇൻ്റലിജൻസ് പറഞ്ഞാൽ ഫൗണ്ടേഷനാണ്, ഇമോഷണൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സലൻസ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഹാപ്പി ലൈഫും സ്ട്രോങ് റിലേഷൻഷിപ്പും സക്സസ് വർക്ക് പ്ലേസും ഉണ്ടാവണമെങ്കിൽ ഇൻ്റലിജൻസ് മാത്രം കൊണ്ടല്ല, ഇമോഷണൽ കോമ്പറ്റൻസീസും കൊണ്ടാണ്. ഫീലിംഗ് ഇല്ലാത്ത മനുഷ്യനല്ല നല്ല മനുഷ്യൻ, ഫീലിംഗ് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന മനുഷ്യനാണ് സ്ട്രോങ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഗിവസ് പൊട്ടൻഷ്യൽ, ഇമോഷണൽ കോമ്പറ്റൻസ് ഗിവസ് പെർഫോമൻസ്. ക്ലിയർ ആണോ? അപ്പോൾ അടുത്തത് ദ ഇമോഷണൽ കോമ്പിറ്റൻസീസ്. അതായത് നമ്മളെല്ലാവരും ദിവസം ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? ദേഷ്യമാവട്ടെ, സന്തോഷമാവട്ടെ, പേടിയാവട്ടെ, ദുഃഖമാവട്ടെ, ആവേശമാവട്ടെ, ഫീലിംഗ് വരുന്നത് ഒരു മനുഷ്യന് നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഫീലിംഗ് വരുന്നതാണോ? അല്ല, ഫീലിംഗ് ഹാൻഡിൽ ചെയ്യാൻ അറിയുമോ ഇല്ലയോ എന്നതാണ്. അതിന് വേണ്ട സ്കിൽസാണ് ഇമോഷണൽ കോമ്പറ്റൻസീസ് എന്ന് പറയുന്നത്. 2 മെയിൻ ഏരിയാസ് ഓഫ് ഇമോഷണൽ കോമ്പറ്റൻസ് ഏതാണ്? ഇമോഷണൽ കോമ്പറ്റൻസ് 2 വലിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് പേഴ്സണൽ കോമ്പറ്റൻസ്, 2 സോഷ്യൽ കോമ്പറ്റൻസ്. പേഴ്സണൽ കോമ്പറ്റൻസ് പറഞ്ഞാൽ സ്വന്തം ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു എബിലിറ്റിയാണ്. സോഷ്യൽ കോമ്പറ്റൻസ് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു എബിലിറ്റിയാണ്. പേഴ്സണൽ കോമ്പറ്റൻസ് സ്ട്രോങ് ആയാൽ മാത്രമേ സോഷ്യൽ കോമ്പറ്റൻസ് സ്ട്രോങ് ആക്കൂ. അപ്പോൾ പേഴ്സണൽ കോമ്പറ്റൻസ് എന്താണ്? 3 ഭാഗമായിട്ടാണ് പറയുന്നത്. ഒന്ന് സെൽഫ് അവെയർനെസ്, ഇപ്പം എനിക്ക് എന്ത് ഫീലാണ്, എന്തിനാണ് എനിക്കിങ്ങനെ തോന്നുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ്. അത് ഇമോഷണൽ അവെയർനെസ് ആണെങ്കിൽ സ്വന്തം ഇമോഷൻ തിരിച്ചറിയണം. ഒരു കുട്ടി ക്ലാസ്സിൽ സൈലൻ്റ് ആയിരിക്കുന്നു, സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ എനിക്ക് അപ്സെറ്റാണ് കാരണം ടീച്ചർ എന്നെ സ്കോൾഡ് ചെയ്യും, ആ ഒരു പേടിയാണ് എനിക്ക് എന്നുള്ളത് എന്നുള്ള ആ കുട്ടി മനസ്സിലാക്കണം. സെൽഫ് അവെയർനെസ് ഇല്ലെങ്കിൽ മൂഡ് സ്വിങ്, ദേഷ്യം, കൺഫ്യൂഷൻ ഒക്കെ വരും. അക്യൂറേറ്റ് സെൽഫ് അസസ്മെൻ്റ് ആണ് രണ്ടാമത്തെ. എനിക്കെന്ത് കഴിയും, എനിക്കെന്താണ് എൻ്റെ വീക്ക്നെസ്, എനിക്ക് ഈ സ്റ്റേജ് ഫിയർ ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക. ആ ഫീഡ്ബാക്കിലൂടെ നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമത് സെൽഫ് കോൺഫിഡൻസ് ആണ്. എനിക്ക് കഴിയുമെന്നുള്ള ഉള്ളിൽ നിന്നുള്ള ഉറച്ച തീരുമാനം. എല്ലാവരും എതിർക്കുമ്പോഴും ഇത് ശരിയല്ലെന്ന് അസർട്ടീവ്ലി പറയാൻ കഴിയുക. ഇത് മൂന്നുമാണ് സെൽഫ് അവെയർനെസ്സിൻ്റെ കാര്യങ്ങൾ. 1 ഇമോഷണൽ അവെയർനെസ്, 2 അക്യൂറേറ്റ് സെൽഫ് അസസ്മെൻറ്റ്, 3 സെൽഫ് കോൺഫിഡൻസ്. രണ്ടാമത്തെ കാര്യം സെൽഫ് റെഗുലേഷനാണ്. പേഴ്സണൽ കോമ്പിറ്റൻസിലെ രണ്ടാമത്തെ കാര്യം പേഴ്സണൽ സെൽഫ് റെഗുലേഷനാണ്. ഇമോഷൻസ് വന്നാലും കൺട്രോൾ കൈവിടാതിരിക്കുക. സെൽഫ് റെഗുലേഷൻ ഉള്ളവർ ഫീലിംഗ് സ്ലാവ് ആകില്ല, ഫീലിംഗ് മാസ്റ്റർ ആകുകയാണ് ചെയ്യുക. അതിൻ്റെ സബ് കമ്പോണൻസ് ഏതൊക്കെയാണ്? ഒന്ന് സെൽഫ് കൺട്രോൾ, ദേഷ്യം വന്നാൽ ഷൗട്ട് ചെയ്യാതിരിക്കുക, പ്രഷറായിട്ട് നിൽക്കുമ്പോൾ കാമായിട്ടിരിക്കുക. ഇപ്പോൾ എക്സാം ഹോളിൽ പാനിക് വരുമ്പോഴും ഡീപ് ബ്രീത്ത് എടുത്ത് ഫോക്കസ് ചെയ്യുക. രണ്ടാമത്തെ ട്രസ്റ്റ് വർത്തിനെസ് ആണ്, അതായത് ഹോണസ്റ്റിയും ഇൻറ്റഗ്രിറ്റിയും. മിസ്റ്റേക്ക് ചെയ്താൽ ബ്ലെയിം ചെയ്യാതെ അത് എൻ്റെ ഫോൾട്ടാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ അടുത്തൊരു മിസ്റ്റേക്ക് ചെയ്തു, എന്നിട്ട് നമ്മൾ പറയാം അത് ഓൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, ഓൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണെന്ന് പറയാതെ നമ്മളത് സ്വീകരിക്കുക, അത് എൻ്റെ അടുത്ത് വന്ന തെറ്റാണെന്ന് അംഗീകരിക്കുക. അതാണ് ട്രസ്റ്റ് വർത്തിനെസ് എന്ന് പറയുന്നത്. അടുത്തത് കോൺഷ്യസ്നെസ്, റെസ്പോൺസിബിലിറ്റി എടുക്കുക. ഇപ്പോൾ പ്രോമിസ് കൊടുത്താൽ അത് ഞാനിത് ചെയ്യും എന്നുള്ളത് ഉറപ്പാണെന്നുള്ളൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണം. വർക്ക് കെയർലെസ് ആയിട്ട് ചെയ്യാതിരിക്കുക. നമ്മളെ വിശ്വസിച്ച് ആരെങ്കിലും നമുക്കൊരു വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കെയർലെസ് ആയിട്ട് ചെയ്യാതെ നല്ല വൃത്തിക്കും വെടിപ്പിനും ചെയ്യാം. അടുത്തത് അഡാപ്റ്റബിലിറ്റി, ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി. ഇപ്പോൾ പ്ലാൻ ഫെയിലായാൽ ക്രൈ ചെയ്യാതെ പുതിയ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, അതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇന്നോവേറ്റീവ്നെസ്, അതായത് പുതിയ ഐഡിയ അക്സെപ്റ്റ് ചെയ്യുക, ഇങ്ങനെ തന്നെ വേണം എന്നൊരു മൈൻഡ് സെറ്റ് വിട്ട് പുതിയ വഴി നോക്കുക എന്നുള്ളത് ചിന്തിക്കുക. ഒരു വഴി നമ്മൾ കണ്ടെത്തി അതിൽ തന്നെ ഉറച്ചു നിന്ന് ഇങ്ങനെ തന്നെ ശരിയാക്കണമെന്ന് അറിയാതെ വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ തെറിയുക, ആ വഴിയിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഇന്നോവേറ്റീവ്നെസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം സെൽഫ് മോട്ടിവേഷൻ, അതായത് ഇമോഷൻ മാനേജ് ചെയ്ത് ഗോളിലേക്ക് മുന്നോട്ട് പോവുക.
അച്ചീവ്മെൻറ്റ് ഡ്രൈവാണ് അതിൽ ഒന്നാമത്തത്. ഇപ്പോൾ ആവറേജ് പോരാ, ബെറ്റർ ആകണം എന്നുള്ളൊരു മാർക്ക് കുറഞ്ഞാൽ ഗിവ് അപ്പ് ചെയ്യാതെ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ ചെയ്യാം. അതൊരു സെൽഫ് മോട്ടിവേഷനാണ്. അതാണ് അച്ചീവ്മെൻറ്റ് ഡ്രൈവ്, അതായത് വിജയിക്കണം എന്നുള്ള ഒരു ആകാംക്ഷ. പിന്നെ അതിലുള്ള കമ്മിറ്റ്മെൻറ്റ്, അതായത് ഗ്രൂപ്പ് ആവട്ടെ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഗോളും ഒരു കമ്പനിയുടെ ഗോളായിരിക്കും. ഇപ്പോൾ ഇത്ര ടാർഗറ്റ് തയ്ക്കണം എന്നുള്ളത് കമ്പനിയുടെ ഗോളാണെങ്കിൽ ആ ടാർഗറ്റ് സ്വന്തം ഗോളായിട്ട് എടുക്കുക ഒരു സെയിൽസ് മാനേജർ. എന്നിട്ട് സെയിൽസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നല്ല ആത്മാർത്ഥത വരും. അപ്പോൾ ടീം സക്സസ് ആയാൽ പേഴ്സണൽ കംഫർട്ട് സാക്രിഫൈസ് ചെയ്യാനും പറ്റും. ക്ലിയർ ആണോ? മൂന്നാമത്തേത് ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ പറയാതെ തന്നെ ആക്ഷൻ എടുക്കുക. ടീച്ചർ പറയുന്നതിന് മുമ്പ് തന്നെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒപ്റ്റിമിസം, സെറ്റ് ബാക്ക് വന്നാലും ഹോപ്പ് വിട്ടു പോകാതിരിക്കുക. അതായത് ഫെയിലിയർ ഒരു ലെസണായി കാണുക, എൻഡായിട്ട് കാണാതെ ഫെയിലിയർ ഒരു പാഠമായിട്ട് കണ്ട് അതിൽ വന്ന തെറ്റുകൾ തിരുത്തി മുന്നോട്ട് തന്നെ പോവുക. ഇതിനെയാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. ഇത് മൂന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെന്നാണ് അർത്ഥം. അടുത്തത് സോഷ്യൽ കോമ്പിറ്റൻസിൻ്റെ രണ്ടാം ഭാഗമാണ് നാലാമത്തത്. സെൽഫ് അവെയർനെസ് ആണ്. മറ്റുള്ളവരുടെ ഇമോഷൻ മനസ്സിലാക്കാനുള്ള എബിലിറ്റി ഉണ്ടാവും. ഇതുവരെ നമ്മളെയാണ് റെഡിയാക്കിയത് അല്ലേ, പേഴ്സണലാണ്. രണ്ടാമത്തെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞത് സോഷ്യൽ കോമ്പിറ്റൻസ് എന്നുള്ളത്. അതിലൊന്നാമത്തത് സോഷ്യൽ അവെയർനെസ് ആണ്. മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ളൊരു എബിലിറ്റി. അതിനാദ്യം വേണ്ടത് എമ്പതിയാണ്. അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും. ദേഷ്യമായി സംസാരിക്കുക, ഒരാളെ ജഡ്ജ് ചെയ്യാതെ അവനെന്തോ വേദനയുണ്ടെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ സർവീസ് ഓറിയൻറ്റേഷൻ, മറ്റുള്ളവരുടെ ആവശ്യം മനസ്സിലാക്കി നോട്ടീസ് ചെയ്യുക. ഹെൽപ്പ് ചോദിക്കാതെ തന്നെ അവർക്ക് ഹെൽപ്പ് കൊടുക്കാൻ കഴിയുക. ഡെവലപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഫ്രണ്ട്സിനെ സ്ട്രെങ്ത് എൻകറേജ് ചെയ്ത് കൊടുക്കുക. നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായം വെച്ച് മറ്റുള്ളവരെയും കൂടി മുന്നോട്ട് വരുത്താൻ കഴിയുമെങ്കിൽ അവരെ നമുക്ക് മുന്നോട്ട് വരുത്താം. അതാണ് ഡെവലപ്പിംഗ് അതേഴ്സ് എന്ന് പറയുന്നത്. പിന്നെന്താണ് ലീവറേജ് ഇൻ ഡൈവേഴ്സിറ്റി, എല്ലാവരും ഒരുപോലെ അല്ലെന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഡിഫറെൻറ്റ് കൾച്ചറിലുള്ളവരും തിങ്കിങ് റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ തിങ്കിങ്ങിനെ റെസ്പെക്റ്റ് ചെയ്യുക. എല്ലാവരും എന്നെപ്പോലെ തന്നെ ചിന്തിക്കണം, എല്ലാവരും എന്നെപ്പോലെ പെരുമാറണമെന്ന് ചിന്തിക്കാതെ ഓരോരുത്തരും ഡിഫറെൻ്റാണ്, അവരുടെ കൾച്ചർ ഡിഫറെൻ്റാണ്, അവരുടെ രീതി ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കി പെരുമാറുക. അടുത്തത് പൊളിറ്റിക്കൽ അവെയർനെസ്, ഗ്രൂപ്പ് ഡൈനാമിക് മനസ്സിലാക്കുക. അപ്പോൾ ക്ലാസ്സിലാവട്ടെ ഓഫീസിലാവട്ടെ ആരാണോ ഡിസിഷൻ മേക്കർ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പെരുമാറുക. അഞ്ചാമത്തത് സോഷ്യൽ സ്കിൽ, റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനുള്ളൊരു സ്കില്ലാണ് സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസ്, ഫോഴ്സ് അല്ല, ഒരു പെർസ്യൂഷൻ ഉണ്ടാവണം. ഒരാൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ഫോഴ്സ് ചെയ്യല്ല, പക്ഷെ അവനെ പോലെ ആവണം, അവൻ അങ്ങനെയാണ്, അവൻ നല്ലവനാണെന്നുള്ളൊരു ഇൻഫ്ലുവൻസ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ക്ലിയർ ആയിട്ട് സംസാരിക്കുകയും ചെയ്യണം, മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാനുള്ള ലിസൺ ചെയ്യാനുള്ളൊരു ഇതും കൂടെ വേണം. പിന്നെ ലീഡർഷിപ്പ്, പൊസിഷൻ ഇല്ലെങ്കിലും അത് ലീഡ് ചെയ്യാനുള്ളൊരു കഴിവ്. പിന്നെ ചേഞ്ച് കാറ്റലിസ്റ്റ്, അതായത് പോസിറ്റീവ് ചേഞ്ച് ഇനിഷ്യേറ്റ് ചെയ്യുക. കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, ഫൈറ്റ് അവോയ്ഡ് ചെയ്യാതെ സൊല്യൂഷൻ കണ്ടെത്തുക. ബിൽഡിംഗ് ബോൺഡ്സ്, ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കൊളാബറേഷൻ, ഞാനല്ല നമ്മൾ എന്നുള്ള ഒരു ബോധം ഉണ്ടാവുക. ടീം കപ്പാബിലിറ്റി, ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇമോഷണൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ ലൈഫ് സർവൈവൽ സ്കിൽസാണ്. ബുക്ക് നോളേജ് മാത്രം സക്സസ് നൽകില്ല. റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നവരാണ് സ്ട്രോങ് പീപ്പിൾ. ഇമോഷൻ കൺട്രോൾ ചെയ്യുന്നവൻ സ്ട്രോങ് ആണ്, ഇമോഷൻ സപ്രസ് ചെയ്യുന്നവൻ വീക്കാണ്. ക്ലിയർ ആണോ? അടുത്തത് റെക്കഗ്നേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇമോഷൻസ് ഇൻ വൺ സെൽഫ് ആൻഡ് അതേഴ്സ് എന്ന് പറയും. അതായത് നമ്മളെല്ലാവരും ഇമോഷനുള്ള മനുഷ്യരാണ്. പക്ഷേ ഇമോഷൻ ഉണ്ടാകുന്നത് മാത്രം ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ല, ആ ഇമോഷൻ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയുമോ എന്നതാണ് നമ്മുടെ പ്രാധാന്യം. ഇതിനെയാണ് പറയുന്നത് ഇമോഷൻ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന്. അതായത് വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ഐഡൻറ്റിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇമോഷൻസ്. ഐഡൻറ്റിഫൈ ഇമോഷൻസ് എന്നത് എനിക്കിപ്പോൾ എന്ത് ഫീലിംഗ് ആണ്, മറ്റൊരാൾക്കിപ്പോൾ എന്ത് ഫീലിംഗ് ആണെന്ന് അക്യൂറേറ്റ്ലി തിരിച്ചറിയുന്ന ഒരു സ്കില്ലിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇമോഷൻസ് എന്ന് പറയുന്നത് റാൻഡല്ല, അത് റീസൺ കൊണ്ടാണ് ഇമോഷൻസ് വരുന്നത്. ഇമോഷൻ നമ്മളുടെ സിഗ്നൽ കൊടുക്കുകയാണ്. ഇപ്പോൾ പേടി വരുമ്പോൾ ഡേഞ്ചർ സിഗ്നലാണെങ്കിൽ, സന്തോഷം വരുമ്പോൾ കറക്റ്റ് ഡയറക്ഷണൽ സിഗ്നലാണ്, ഗിൽറ്റ് ആണെങ്കിൽ ബിഹേവിയർ ചെക്ക് സിഗ്നലാണ്. അപ്പോൾ ഓരോ ഇമോഷനും ഓരോ സിഗ്നലാണ് നമുക്ക് തരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇമോഷണൽ അവെയർനെസ് ഇൻ വൺ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം ഇമോഷൻസ് മനസ്സിലാക്കുക. അതേഴ്സ് ഇമോഷൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം ഇമോഷനാണ്. സെൽഫ് ഇമോഷൻ അവെയർനെസ് ഉണ്ടെങ്കിൽ 3 സ്കില്ല് നമുക്ക് വേണം. ഒന്ന് ഐഡൻറ്റിഫൈങ് ഇമോഷൻസ്, ഇത് ദേഷ്യമാണ്,
ഇത് പേടിയാണ്, ഇത് ഡിസപ്പോയിൻമെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇമോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ അതിന് ഇമോഷനെ ലാബിൽ ചെയ്യാൻ കഴിയണം. ഇമോഷന് ശരിയായൊരു നെയിം നമ്മൾ കൊടുക്കണം. എനിക്ക് ബാഡാണെന്ന ജനറൽ ഫീലിംഗ് അല്ല, എനിക്ക് ആൻസൈറ്റി ആണ്, എനിക്ക് ജലസി ആണ്, ഇത് നമ്മൾ ലാബിൽ ചെയ്യാൻ പറയണം. പിന്നെ അത് എക്സ്പ്രസ് ചെയ്യാനാണ്. ഇമോഷൻ സപ്രസ് ചെയ്യാതെ എക്സ്പ്ലോഡ് ചെയ്യാതെയും ഹെൽത്തി ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഷൗട്ട് ചെയ്തിട്ട് സപ്രസ് ചെയ്യില്ല, സൈലൻറ്റ് പണിഷ്മെൻ്റ് അല്ല, ശരിയായ വേർഡ്സ് ഉപയോഗിച്ച് നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. മനസ്സിലായോ? അതുപോലെ ഇമോഷൻ ഐഡൻറ്റിഫിക്കേഷനും അൽസ്തീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ഉണ്ട്. എന്താണ്? അലക്സിതീമിയ. എന്താണ് അലക്സിതീമിയ എന്ന് പറഞ്ഞാൽ? ഇമോഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത കണ്ടീഷൻ. എനിക്ക് എന്ത് ഫീലിംഗ് ആണെന്ന് അറിയില്ല, ഇമോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല, റിലേഷൻഷിപ്പിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ഇങ്ങനെ ഇമോഷൻ ഐഡൻറ്റിഫിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഇമോഷൻ അവെയർ, കറക്റ്റ് ലാബിൾ, അപ്രോപ്രിയേറ്റ് എക്സ്പ്രഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അലക്സിതീമിയ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ബ്ലൈൻഡ്നെസ് ആണ്. എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല, അവിടെ ഒരു ബ്ലൈൻഡാണ് നമ്മൾ, അല്ലേ? അപ്പോൾ ഇമോഷൻ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷൻ ക്ലാരിറ്റിയാണ്. അപ്പോൾ ഇമോഷണൽ അവയർനെസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യം എന്താണ്? വാട്ട് ഈസ് ദിസ് ഫീലിംഗ്? എന്താണ് ഈ ഫീലിംഗ്? വൈ ഈസ് ദിസ് ഫീലിംഗ് കമ്മിങ് നൗ? എന്തിനാണ് ഈ ഫീലിംഗ് ഇപ്പോൾ വരുന്നത്? വാട്ട് ഈസ് ദ ഫീലിംഗ് ടെല്ലിങ് മീ? ഈ ഫീലിംഗ് എന്നോട് എന്താണ് പറയുന്നത്? ഫീലിംഗ് ഇഗ്നോർ ചെയ്യരുത്, ഫീലിംഗ് ഇംപ്ലക്സിലി എക്സ്പ്രസ് ചെയ്യരുത്, ഫീലിംഗ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. ബോഡി സിഗ്നൽസും ഇമോഷൻസും എന്താണ്? ഇമോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബോഡി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈ എംബ്രസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഷിങ്, ഒരു എംബ്രസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു ബ്ലഷിങ് വരും. ആൻസൈറ്റി വരികയാണെങ്കിൽ മൗത്ത് ഡ്രൈ ആവും. എക്സാമിന് തൊട്ട് മുമ്പ് നമ്മൾ ജിറ്ററി ഫീൽ ചെയ്യും. ദേഷ്യം വരികയാണെങ്കിൽ നമുക്ക് ടൈറ്റ് ജോ ആൻഡ് ക്ലെഞ്ചഡ് ഫിസ്റ്റ് വരും. ബോഡി റിയാക്ഷൻ നോട്ടീസ് ചെയ്താൽ തന്നെ ഇമോഷൻ നമുക്ക് ക്ലാരിറ്റി കിട്ടും. ചൈൽഡ്ഹുഡും ഇമോഷൻ ഐഡൻറ്റിഫിക്കേഷനും തമ്മിൽ ബന്ധമുണ്ടോ? ഇമോഷൻ ഐഡൻറ്റിഫിക്കേഷൻ സ്കില്ല് കുട്ടിയും പ്രൈമറി കെയർ ഗിവർ, അതായത് മദർ ആവാം, ഫാദർ ആവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാം, ആരാണോ കുട്ടിയായിരുന്നപ്പോൾ നമ്മളെ കെയർ ചെയ്തിരുന്നത് അവരുടെ റിലേഷൻഷിപ്പിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. കുട്ടി മനസ്സിലാക്കുന്ന ഫീലിങ്സ്, അഡൽട്ടിൻ്റെ ഇമോഷണൽ ക്ലാരിറ്റി, ഹെൽത്തി റിലേഷൻഷിപ്പ്. റിസർച്ചേഴ്സ് പറയുന്നത് ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്, ലെസ് ഇമോഷണൽ ഡിസ്ട്രെസ്, മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇമോഷൻ ഐഡൻറ്റിഫിക്കേഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയത്? അഡോൾസൻസ് ടൈമിൽ, അഡൽഹുഡ് ട്രാൻസിഷൻ ടൈമിൽ റിലേഷൻഷിപ്പ് ഫോം ചെയ്യുമ്പോൾ ഇമോഷൻ ഐഡൻറ്റിഫിറ്റിയും ആർട്ടിക്കുലേറ്റും ചെയ്യാൻ കഴിയുന്നവർ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും, സോഷ്യലി സ്ട്രോങ് ആയിരിക്കും. പേഴ്സണൽ വെൽബീങ് സ്റ്റാർട്ട് വിത്ത് സെൽഫ് ഇമോഷണൽ അവെയർനെസ് എന്നാണ് പറയുന്നത്. ഇമോഷണൽ അവെയർനെസ്സും മറ്റുള്ളവരും തമ്മിൽ എന്താണ്? മറ്റുള്ളവരുടെ ഇമോഷൻ മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ ഇമോഷൻ ഇഗ്നോർ ചെയ്താൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കോൺഫ്ലിക്റ്റും ഉണ്ടാവും. മറ്റുള്ളവരുടെ ഇമോഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആവും, കൊളാബറേഷൻ ഇമ്പ്രൂവ് ആവും. 3 സ്കില്ലാണ് ഇമോഷണൽ അവെയർനെസ്സിന് അതേഴ്സിലുള്ളത്. 1 ഇമോഷൻ പെർസെപ്ഷൻ, 2 ഇമോഷൻ റെക്കഗ്നൈസേഷൻ, 3 ഇമോഷൻ ഇൻ്റർപ്രിട്ടേഷൻ. ഇമോഷൻ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷൻ നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇമോഷൻ റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്താണ് ഈ ഇമോഷൻ ആണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. ഇമോഷൻ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷന് മീനിങ്, അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഹൗ ഡു വി പെർസീവ് ദീസ് ഇമോഷൻ? ഒന്ന് വെർബൽ ക്യൂസ്, വേർഡ്സിലൂടെയും ട്യൂണിലൂടെയും പിച്ചിലൂടെയും ലൗഡ്നെസ്സിലൂടെയും. ഇതിനെയാണ് പറയുന്നത് പാരാ ലാംഗ്വേജ് എന്നുള്ളത്. നമ്മൾ ഇമോഷൻസ് എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്? അവരുടെ വെർബൽ ക്യൂസിലൂടെ, അവർ പറയുന്ന വാക്കുകളിലൂടെ, അവരുടെ പറയുന്ന വാക്കുകളുടെ ട്യൂണിലൂടെ, ആ പിച്ചിലൂടെ, ലൗഡ് ആ ശബ്ദത്തിലൂടെ. ഇതിനെയാണ് പാരാ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നോൺ വെർബൽ ക്യൂ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളിലൂടെ, അവർ കാണിക്കുന്ന ഗസ്റ്റേഴ്സിലൂടെ, അവർ കാണിക്കുന്ന പോസ്ചറിലൂടെ, അവരുടെ ബോഡി മൂവ്മെൻറ്റിലൂടെ, അവർ നമ്മളോട് കീപ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസിലൂടെ. ഇപ്പോൾ ഐ ആം ഫൈൻ എന്ന് പറഞ്ഞാലും ഫേസിലും ട്യൂണിലും സങ്കടമാണെങ്കിൽ റിയൽ ഇമോഷൻ സാഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സെൻസറി മോഡ്സ് ഓഫ് ഇമോഷൻ പെർസെപ്ഷൻ. ഒന്ന് വിഷ്വൽ സിസ്റ്റം, ഫേസിൽ കാണാം, കണ്ണുകളിൽ കാണാം, പോസ്റ്റേഴ്സിൽ കാണാം അവരുടെ ഇമോഷൻ. ഓഡിറ്ററി സിസ്റ്റം, അവരുടെ സൗണ്ടിലെ പിച്ചിൽ നമുക്കറിയാം, അവരുടെ ആ പറയുന്ന സ്പീഡിൽ നമുക്ക് മനസ്സിലാക്കാം, അവരുടെ ശബ്ദത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഓൾഫാക്ടറി സിസ്റ്റം, അവരുടെ സ്മെല്ലിലൂടെയും അറോമസിലൂടെയും നമുക്ക് മനസ്സിലാക്കാം ഇമോഷൻസ് അവരെ ട്രിഗർ ചെയ്യും. കോണ്ടെക്സ്റ്റ് ആൻഡ് കൾച്ചർ മാറ്റർ. ഇമോഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ കോണ്ടെക്സ്റ്റും കൾച്ചറും കൺസിഡർ ചെയ്യണം. ഇപ്പോൾ വെസ്റ്റേൺ കൾച്ചറിൽ മൗത്ത് എക്സ്പ്രഷൻ മോർ എക്സ്പ്രസീവ് ആയിരിക്കും, ഈസ്റ്റേൺ കൾച്ചറിൽ കണ്ണുകളായിരിക്കും കൂടുതൽ എക്സ്പ്രസീവ് ആവാറ്. അപ്പോൾ കൾച്ചറിനും നമ്മൾ മനസ്സിലാക്കുന്നതിലൊരു ഭാഗമുണ്ട്. ബേസിക് ഇമോഷൻ യൂണിവേഴ്സൽ ആണെങ്കിലും എക്സ്പ്രഷൻ കൾച്ചർ ബേസ് ചെയ്തിട്ടാണ് വരിക.
അപ്പം സെൽഫ് ഇമോഷൻ അവെയർനെസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ വെൽബീയിങ് ആണെങ്കിൽ അതേഴ്സ് ഇമോഷണൽ അവെയർനെസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ വെൽബീയിങ് ആണ്. അപ്പോൾ ഇമോഷൻ കൺട്രോൾ അല്ല പവർ, ഇമോഷനെ മനസ്സിലാക്കലാണ് പവർ. ഇമോഷൻ മനസ്സിലാക്കി ചെയ്യുന്നവർ ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നവരാണെന്നുള്ളത് യൂണിവേഴ്സാലിറ്റി ഓഫ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇമോഷൻസ് ഒരുപോലെയാണോ? ഒരു കുഞ്ഞ് കരയുന്നത് കണ്ട അത് ഏത് രാജ്യത്തെ കുഞ്ഞാണെന്ന് അറിയേണ്ടതുണ്ടോ? ഇല്ലല്ലോ. കരച്ചിൽ എന്ന് പറഞ്ഞാൽ സങ്കടം, ഡിസ്കംഫോർട്ട് എന്ന് നമ്മൾ ഉടനെ മനസ്സിലാക്കും. ഇതുപോലെ തന്നെ ചില ഇമോഷൻസ് ലോകത്ത് എവിടെയായാലും ഒരുപോലെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് പറയുന്നത് യൂണിവേഴ്സാലിറ്റി ഓഫ് ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന്. ഡർവിൻസിൻ്റെ വ്യൂവിൽ 1872 ചാൾസ് ഡർവിൻ തൻ്റെ പുസ്തകമായ ദ എക്സ്പ്രഷൻ ഓഫ് ദി ഇമോഷൻ ഇൻ മാൻ ആൻഡ് ആനിമൽസ് എന്നുള്ളത് 1872 പറഞ്ഞത് ഫേഷ്യൽ എക്സ്പ്രഷൻസും കൾച്ചർ അനുസരിച്ച് പഠിക്കുന്നതല്ല, ബോൺ വിത്ത് ഇന്നേറ്റ് ആണ്. മനുഷ്യനും അനിമൽസിനും കോമൺ ആണത്. പോൾ എക്മാൻ ആൻഡ് ബേസിക് ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞത് പിന്നീട് അത് പോൾ എക്മാൻ ആൻഡ് ടീം റിസർച്ച് വഴി തെളിയിച്ചതുമായിട്ടുള്ള 7 ബേസിക് ഇമോഷൻസ് ആർ യൂണിവേഴ്സൽ എന്നാണ്. ഏതൊക്കെയാണത്? ഡിഫറെൻറ്റ് കൺട്രീസിൽ, ഡിഫറെൻറ്റ് കൾച്ചറിൽ, സെയിം ഫേഷ്യൽ എക്സ്പ്രഷനിൽ, സെയിം ഇമോഷൻ റെക്കഗ്നൈസനിൽ 7 ബേസിക് ഇമോഷൻസ് ഉണ്ട്. ഒന്ന് ജോയ്, ഹാപ്പിനെസ്, മൗത്ത് കോർണർ റൈസ് ആവും, ക്ലിയർ സ്മൈൽ, ഐസ് ടൈറ്റൺ ആവും. കുഞ്ഞ് ചോക്ലേറ്റ് കിട്ടുമ്പോൾ മുഖം കണ്ടാൽ തന്നെ ഹാപ്പിനെസ് മനസ്സിലാക്കും അല്ലേ? പിന്നെ രണ്ടാമത്തെ സർപ്രൈസ്, ഐബ്രോസ് റൈസ് ആവും, ഐസ് വൈഡ് ഓപ്പൺ ആവും, ജോ സ്ലൈറ്റ്ലി ഡ്രോപ്പ് ആവും. സഡൻലി ബർത്ത്ഡേ കേക്ക് സർപ്രൈസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ കാണിക്കുന്ന എക്സ്പ്രഷൻ. സാഡ്നെസ് ആണെങ്കിൽ മൗത്ത് കോർണർ ഡൗൺ ആവും, ഇന്നർ ഐബ്രോസ് ഡൗൺ ആവും, ഐലിഡ്സ് ഡ്രൂപ്പ് ആവും. ഫേവറേറ്റ് ടോയ് നഷ്ടപ്പെട്ട ഒരു കുട്ടി ഒരു ഉദാഹരണമാണ് അതിൻ്റെ. ആങ്കർ വരികയാണെങ്കിൽ ഐബ്രോസ് ലോവർ ആവും, ലിപ്സ് ടൈറ്റ് ആവും, ഐസി ഇൻറ്റൻസ് ആവും. അൺഫെയർ ട്രീറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ. ഡിസ്കസ്റ്റ് വരുമ്പോൾ അപ്പർ ലിപ്പ് റൈസ് ആവും, നോസ് വ്രിങ്കിൾ ആവും, ബാഡ് സ്മെല്ല് പോലെ അല്ലെങ്കിൽ റോട്ടൻ ഫുഡ് പോലെ. ഫിയർ വരുമ്പോൾ, പേടി വരുമ്പം ഐസ് ഓപ്പൺ വൈഡ് ആവും, അപ്പർ ഐലിഡ്സ് റൈസ് ആവും, ലിപ്സ് സ്ട്രെച്ച് സൈഡ് വേക്ക് മാറും. സഡൻ ലൗഡ് നോയ്സ് കേട്ടാൽ നമ്മൾ കാണിക്കുന്ന എക്സ്പ്രഷൻ. കോണ്ടംപ്റ്റ് വരുമ്പോൾ വൺ സൈഡ് ലിപ്പ് ടൈറ്റൻ ആവും, ഹെഡ് സ്ലൈറ്റ്ലി ബാക്കിലോട്ട് പോകും. ഇവൻ എന്താ എന്ന ലുക്ക് വരും. അപ്പോൾ കോണ്ടംപ്റ്റ് ബേസിക് ഇമോഷൻസ് ആണോ അല്ലയോ എന്നത് ഡിബേറ്റഡ് ആണ്. ആങ്കറും ഡിസ്ക്യൂസും മിസ്സാണെന്ന് ചില റിസർച്ചർ പറയുന്നുണ്ട്. മൈക്രോ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ റിസർച്ച് ടൂൾ പ്രകാരം ഹൈ സ്പീഡ് ക്യാമറാസ് മൈക്രോ എക്സ്പ്രഷൻസ് എന്നത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്. വോളണ്ടറി കൺട്രോൾ ഉണ്ടാവില്ല, ട്രൂ ഇമോഷൻ റിവീൽ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഒരാളായാൽ ഓക്കെ എന്ന് പറയുമ്പോഴും മൈക്രോ എക്സ്പ്രഷനിൽ ഫിയർ ആൻഡ് ആങ്കർ ഫ്ലാഷ് ചെയ്യും. ലൈ ഡിറ്റക്ഷൻ തരും. ഇമോഷണൽ ട്രൂത്ത് ഇതിൽ മൈക്രോ എക്സ്പ്രഷൻ പവർഫുൾ ആണ്. കൾച്ചർ ആൻഡ് ഇമോഷണൽ ലേബിൾസ് വരും. ഇമോഷൻ സെയിം ആണെങ്കിലും ഇമോഷൻസ് വേർഡ്സ് വാരിയാണ്. ഇപ്പം തഹിതൻ ലാംഗ്വേജിലാണെങ്കിൽ ആങ്കറിന് 46 വേർഡ്സ് ഉണ്ടെന്നാണ്. നോർത്ത് അമേരിക്കനിലെ ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്ന 40 ലേബലിലാണ്. കോണ്ടംപ്റ്റ് 81 ലേബിളിലാണ്. ജപ്പാനീസിൽ ഹാപ്പിനെസ് ആണെങ്കിൽ 10 ലേബിൾസിലും ആങ്കർ 8 ലേബിൾസിലും ഡിസ്ഗസ്റ്റ് 6 ലേബിൾസുമാണ് കൊടുക്കുന്നത്. ആൻസൈൻറ്റ് ചൈനീസ് ടെസ്റ്റിൽ 7 ഇമോഷനാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഷ്യൻ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ 8 ഇമോഷനാണ്. ലവ്, മിർത്ത്, എനർജി, വണ്ടർ, ആങ്കർ, ഗ്രീഫ്, ഡിസ്ഗസ്റ്റ്, ഫിയർ. ബേസിക് വേഴ്സസ് കൾച്ചർ സ്പെസിഫിക് ഇമോഷൻസ് ഉണ്ട്. യൂണിവേഴ്സൽ ആയിട്ടുള്ളത് മോസ്റ്റ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളതും ഹാപ്പിനെസ്സും സാഡ്നെസ്സും ഫിയറും ആങ്കറും ഡിസ്ഗസ്റ്റുമാണ്. യൂണിവേഴ്സൽ അല്ലാത്തത് അക്സെപ്റ്റ് ആയിട്ട് ഒന്ന് സർപ്രൈസ്, കോണ്ടംപ്റ്റ്, ഷെയിം, ഗിൽറ്റ്, ആൻറ്റിസിപ്പേഷനാണ്. ഡിസ്പ്ലേ റൂൾസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. കൾച്ചർ ഇമോഷൻ കൺട്രോൾ ചെയ്യുന്നു, ഡിസ്പ്ലേ റൂൾസ് ഡിസൈഡ് ചെയ്യുന്നു എന്നാണ്. ഇമോഷൻ എത്ര ഷോ ചെയ്യണം, എപ്പോൾ ഷോ ചെയ്യണം, എവിടെ ഷോ ചെയ്യണം. ചില കൾച്ചറിൽ ക്രൈം പബ്ലിക്കലി ഓക്കെയാണ്, ചില കൾച്ചറിൽ ഇമോഷൻ സപ്രസ്ഡ് ആണ്. അപ്പോൾ സം ഇമോഷൻസ് ആർ യൂണിവേഴ്സൽ ആൻഡ് സം ഇമോഷൻസ് ആർ കൾച്ചർ സ്പെസിഫിക് എന്ന് മനസ്സിലാക്കണം. ഇമോഷൻ എക്സ്പീരിയൻസ് യൂണിവേഴ്സൽ ആണെങ്കിൽ എക്സ്പ്രഷൻ ഇൻറ്റൻസിറ്റി കൾച്ചർ ബേസ് ചെയ്തിട്ടാണ്. ഫേസ് ചിലപ്പോൾ സെയിം ആയിരിക്കും, റൂൾസ് പക്ഷേ ഡിഫറെൻ്റ് ആയിരിക്കും. ഇമോഷൻ ഹ്യൂമനിൽ എക്സ്പ്രഷൻ ഈസ് കൾച്ചർ എന്നാണ് പറയാം. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഈ യൂണിറ്റ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ യൂണിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നും കമൻറ്റ് ചെയ്യുക. എന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.